മുതിർന്ന മാധ്യമപ്രവർത്തകൻ ദില്ലിയിൽ നിന്നും പി.വി. തോമസ് ചേരുകയാണ്. പി.വി. തോമസ്, ദില്ലി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കേന്ദ്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ചലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു നീക്കമാണ് CBIയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, സീൽ ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. താങ്കൾ എങ്ങനെ കാണുന്നു? ഇത് എനിക്കിതിൽ വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല. കാരണം ഇതുപോലുള്ള നടപടികൾ തന്നെയാണ് കേജ്രിവാൾ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം രീതിയിൽ വിഘ്നങ്ങൾ ഉണ്ടാക്കാമോ, ഏതെല്ലാം രീതിയിൽ കൊടുക്കാമോ, കേസുകളിൽ കൊടുക്കാമോ, അതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു നയപരിപാടിയായിട്ട് നമ്മൾ കാണുന്നത്. BJPയുടെ പ്രത്യേകിച്ചും നരേന്ദ്രമോദി വലിയ കോപ്പറേറ്റീവ് ഫെഡറലിസം ഒക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മൂക്കിന് കീഴിലുള്ള ഒരു ഗവൺമെന്റിന് സഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള CBI വിട്ടും മറ്റുള്ള ഹരാസ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഏതായാലും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് യോജിച്ചത് അല്ലെന്ന് മാത്രമല്ല, ഇത് തീർച്ചയായിട്ടും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഡൽഹി രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും. കാരണം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സീൽ ചെയ്തിരിക്കുന്നത്. പണ്ട് കേരള ഹൗസിൽ ബീഫ് റെയ്ഡിനായിട്ട് പോയിട്ട് പോലീസുകാർ വെറുതെ പോയതാണ്, റെയ്ഡ് അല്ല എന്ന് പറയുന്നതിലൊക്കെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിരിക്കും. പക്ഷേ ഇത് വ്യക്തമായിട്ടുള്ള ലംഘനമാണിത്, ജനാധിപത്യ ധ്വംസനമാണിത്. അതൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ റെയ്ഡ് ചെയ്തതിന് ഒരിക്കലും ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. അതിന് പ്രതിഫലനങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീ പി.വി. തോമസ്, അതോടൊപ്പം തന്നെ ദില്ലി മന്ത്രിസഭയിലെ 4 അംഗങ്ങൾക്കെതിരെ അറസ്റ്റ് നടപടികളുണ്ടായി, നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്ര കുമാറിനെ അടക്കം അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിൽ ഇനി നീളുക അരവിന്ദ് കെജ്രിവാളിലേക്കായിരിക്കുമോ? ആ രീതിയിലുള്ള സൂചനകൾ തന്നെയാണോ വായിച്ചെടുക്കാനും കഴിയുക? അതെ, നീണ്ടു കഴിഞ്ഞിരിക്കുന്നു ചീഫ് മിനിസ്റ്റർ നേർക്ക്. ചീഫ് മിനിസ്റ്റർ ആയിരിക്കും അടുത്ത ഇര എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള ഓരോ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പരിസമാപ്തി എന്തായിരിക്കും എന്നുള്ളതും അതിനെ എങ്ങനെ കേജ്രിവാൾ ഗവൺമെന്റും ഡൽഹിയിലെ ജനങ്ങളും നേരിടുമെന്നുള്ള കാര്യമാണ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയേണ്ടതായിരിക്കുന്നത്. ഏതായാലും ഇത് അത്ര നിസ്സാരമായ കാര്യമല്ല, വളരെ ഗൗരവമേറിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന് ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ പിന്തുണ ആവശ്യമാണ്. അദ്ദേഹത്തിന്റെ നിയമപരമായ ഇടപെടൽ ഇത്തരം ഒരു നീക്കങ്ങൾക്ക് ആവശ്യമാണ്. ഈ ഒരു ഘട്ടത്തിൽ ലഫ്റ്റനന്റ് ഗവർണർ, അതോടൊപ്പം തന്നെ ഇന്ത്യ സർക്കാർ, BJP സർക്കാർ, ഇവരുടെ ഒരു ഒത്തുകളി, ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയല്ലേ? തുടർച്ചയായിട്ട്, അതായത് അരവിന്ദ് കെജ്രിവാൾ അധികാരം ഏറ്റെടുത്തതിന്റെ ആദ്യ മണിക്കൂറുകൾ തൊട്ട് ഉണ്ടായ ഈ ഒരു കൂട്ടുകെട്ട് അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി സർക്കാരിനെയും അതോടൊപ്പം തന്നെ അഴിമതി രഹിതമായ ഒരു ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന ജനതയെയും അവരെ അവഹേളിക്കുന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ എത്തുന്നത്? അതായത് ഗവൺമെന്റിന്റെ ആദ്യ ദിവസം മുതലേ തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഈ NDAയുടെയും നരേന്ദ്രമോദിയുടെയും കയ്യിലൊരു പാവയായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദുരുപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലഫ്റ്റനന്റ് ഗവർണർക്ക് യാതൊരു വ്യക്തമായിട്ടുള്ള വ്യക്തിത്വവുമില്ല, വ്യത്യസ്തമായ വ്യക്തിത്വമില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറയുന്നോ അത് ചെയ്യുകയാണ്, നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ അതേ ഒപ്പിട്ട് കൊടുക്കും, യാതൊരു സംശയമില്ല. അതിലൊന്നും നമുക്ക് യാതൊന്നും അത്ഭുതപ്പെടാനില്ല. പക്ഷേ ഇതല്ല വേണ്ടിയിരുന്നത്. ഡൽഹിക്ക് ഇപ്പം നരേന്ദ്ര കേജ്രിവാൾ ഉയർത്തിയ ചില പ്രശ്നങ്ങളുണ്ട്. അത് ഫുൾ സ്റ്റേറ്റ് ഡൽഹിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പോലീസ് ഡൽഹി ഗവൺമെന്റ് കയ്യിൽ വരണം. ഇങ്ങനെയുള്ള ഡിമാൻഡുകൾ നിലനിൽക്കുകയാണ് ഇതുപോലെയുള്ള കടമേറ്റങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഡൽഹിയിലെ ജനങ്ങളെ അതുകൊണ്ട് പ്രതിഷേധമുണ്ടാവും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. ശ്രീ പി.വി. തോമസ്, താങ്കളിലേക്ക് വളരെ വേഗം തിരികെ. ഇപ്പോൾ എഴുത്തുകാരിയും ആം ആദ്മി നേതാവ് കൂടിയായിട്ടുള്ള സാറാ ജോസഫ് കൂടി നമ്മോടൊപ്പം ചിരിക്കുകയാണ്. ശ്രീ സാറാ ജോസഫ്, ആം ആദ്മി പാർട്ടി നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തു, സീൽ ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്ര കുമാറിനടക്കം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ കാണുന്നു? തീർച്ചയായിട്ടും ഇത് മോദി സർക്കാരിനെ ഗതികെട്ടിട്ട് ചെയ്യുന്ന പരിപാടികളാ. കാരണം ഡൽഹിയിൽ നടക്കുന്ന ഭരണം എന്ന് പറയുന്നത് ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാകാൻ പോകുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. അവിടുത്തെ ജനങ്ങള് വെറുതെയല്ല 70-67 സീറ്റും കൊടുത്ത് ജയിപ്പിച്ചത് എന്നുള്ളത് സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹിയില്. തന്നെയുമല്ല, ഈ അടുത്ത് നടന്ന റെയിൽവേയുടെ കുടിയൊഴിക്കൽ, അർദ്ധരാത്രി മരവിക്കുന്ന തണുപ്പിലേക്ക് കുഞ്ഞുങ്ങളടക്കമുള്ള മനുഷ്യരെ ഇറക്കി വിടുന്ന സർക്കാരിന്റെ നയത്തെ അതിശക്തമായിട്ട് ചോദ്യം ചെയ്യുകയും നിയമപരമായി ചോദ്യം ചെയ്യുകയും ആ കുഞ്ഞിന്റെ മരണത്തിന് ഉത്തരവാദി കൊലയാളികളാണ് നിങ്ങളെന്ന് സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് വെല്ലുവിളിച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ. എന്ന് തന്നെയുമല്ല, അത് ഏറ്റവും എതിരായിട്ട്, മോദി ഗവൺമെന്റിന് എതിരായിട്ട് ലോകം മുഴുവനും കണ്ടിട്ടുള്ള ഒരു കാര്യം ആണ്. ഈ രീതിയിലുള്ള ഒരു കുടിയിറക്കൽ എന്ന് പറയുന്നത് ഏറ്റവും നീചമായ ഒരു പ്രവൃത്തിയായിട്ട് മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ വിലയിരുത്തി കഴിഞ്ഞു.
മറികടക്കാൻ ഭീരുത്വത്തിന്റെ വഴികളെ അവർക്ക് ഉപയോഗിക്കാനുള്ളൂ. അതുകൊണ്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോയി റെയ്ഡ് ചെയ്യുകയും എവിടെയോ ഒരു അഴിമതിക്കാരനുണ്ട് എന്ന് പറയുകയും ചെയ്തത്. അയാൾ അഴിമതി ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ ശിക്ഷിക്കുക തന്നെ വേണം. ആ ശിക്ഷ മാതൃകാപരമായി നടത്തിയിട്ടുള്ള സർക്കാരാണ് ആം ആദ്മി സർക്കാർ. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഓരോ സമയത്തും തെളിയുന്നതിനനുസരിച്ച് അഴിമതിയായാലും മറ്റേതൊരു കുറ്റകൃത്യമായാലും അത് തെളിയുന്നതിനനുസരിച്ച് ആ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തികൾ ഒരു നിമിഷം പോലും പിന്നെ മന്ത്രിസഭയിൽ എത്തിയിട്ടില്ല. അയാൾ MLA ആണോ MP ആണോ മന്ത്രിയാണോ എന്ന് നോക്കാതെ കണ്ട് തങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന ഡൽഹി സർക്കാരും അവിടുത്തെ ജനങ്ങളാണുള്ളത്. ഇപ്പൊ ചെയ്തിട്ടുള്ളത് ഡൽഹിയിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഡൽഹിയിലെ ജനങ്ങൾ ഒന്നടങ്കം ആ കുടിയൊഴിപ്പിക്കപ്പെട്ട മനുഷ്യരുടെ കൂടെയാണ്. ആ കൂടെ നിൽക്കുന്ന ഒരു സംഗതി തീർച്ചയായിട്ടും പിന്നെ മോദി സർക്കാരിന്റെ നാണക്കേടാണ്. അവർക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല. അവരെന്ത് പറയും ഇതിന് മറുപടിയായിട്ട്? അപ്പൊ അതിനുവേണ്ടി അത് മറികടക്കാൻ വേണ്ടിയിട്ട് ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള അഴിമതി കഥയാണ് ഇത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആം ആദ്മി ഇതിനെ നേരിടുക? ഇതിനെ പൊളിറ്റിക്കൽ നേരിട്ടേ പറ്റുള്ളൂ. ജനങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എങ്കിൽ മോദി എന്ത് കളി കളിച്ചാലും അതല്ലെങ്കിൽ BJP സർക്കാർ എന്ത് കളി കളിച്ചാലും നടക്കാൻ പോകുന്നില്ല. ഇപ്പൊ കേരളത്തിലെ മോദി സർക്കാരിന്റെ ഭരണത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടികൾ ചെറുതൊന്നല്ല. നമുക്കറിയാം, ഇപ്പോ സാംസ്കാരികമായിട്ടുള്ള ഒരു ഇടപെടൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിക്കാത്തടുത്ത് സാംസ്കാരികമായ ഒരു മുന്നേറ്റം ഈ അടുത്ത കാലത്താണ് കണ്ടത്. അതിന് ലോകം മുഴുവനാണ് പിന്തുണ കൊടുത്തത്. ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്ന അടികളാണ്. മനസ്സിലായില്ലേ? പ്രണബ് മുഖർജി ആദ്യം 2-3 പ്രാവശ്യമൊക്കെ നമ്മൾ അസഹിഷ്ണുത പാടില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ലണ്ടനിൽ പോയിട്ട് മോദിക്ക് കിട്ടിയ അനുഭവത്തിന്റെ വെളിച്ചത്തെ പ്രണബ് മുഖർജി ഒന്ന് മാറ്റി പറയാൻ ശ്രമിച്ചു. അതായത് അവാർഡ് തിരിച്ചു കൊടുക്കുന്ന മോശമാണെന്നൊക്കെയുള്ള മട്ടില്. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം വീണ്ടും പിന്നെ പഴയ രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. മോദി സർക്കാർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ജനവിരുദ്ധമായ കാര്യങ്ങളാണ്. ഈ ജനവിരുദ്ധമായ കാര്യങ്ങളെ മറികടക്കാൻ അവർക്ക് പറ്റുന്നില്ല. ജനാധിപത്യ ഇന്ത്യ തിരിച്ചറിയുന്നുണ്ട് എന്താണ് വർഗീയ താല്പര്യം, എന്താണ് അസഹിഷ്ണുത, എന്താണ് ഇത്തരം കൊള്ളരുതാത്ത ഭരണം എന്നുള്ളത്. ജനാധിപത്യ ഇന്ത്യ അത് തിരിച്ചറിയുന്നു എന്നുള്ളതിനെ മറികടക്കാൻ ഏറ്റവും ഫാസിസ്റ്റ് രീതിയിലുള്ള നടപടികളാണ് അദ്ദേഹം കൈക്കൊള്ളുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് ഡൽഹിയിലെ റെയ്ഡ്. വളരെയധികം നന്ദിയുണ്ട് ശ്രീ സാറ ജോസഫ്. അതോടൊപ്പം തന്നെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV തോമസ് ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്.